ശ്രീ ടി പി ജയേന്ദ്രൻ, താങ്കളൊരു രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി സഭായോഗമായിരുന്നു. അതിനു മുമ്പ് പ്രധാനപ്പെട്ട പല യോഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും യോഗശേഷം നടത്തുന്ന പ്രതികരണത്തിൽ ഈ പാകിസ്ഥാന് നൽകുന്ന തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ജാതി സെൻസസ് നടത്തും എന്നൊരു പ്രഖ്യാപനമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായത്. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? സ്മൃതി, പാകിസ്ഥാനുമായി അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലുണ്ടായ ദുഃഖകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് തിരിച്ചടി എന്താണ് എന്നതാണ് നമ്മുടെ ചർച്ച. തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായി നയതന്ത്ര രംഗത്തുള്ള തിരിച്ചടിയും സാമ്പത്തിക രംഗത്തുള്ള തിരിച്ചടിയും വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ പരസ്പരം പുറത്താക്കിയും പിൻവലിച്ചും ആദ്യഘട്ടത്തിൽ ഭാരതത്തിൽ തുടക്കം കുറിച്ചു. തൊട്ടടുത്ത് രാജ്യാതിർത്തി അടച്ചുകൊണ്ട് പാകിസ്ഥാനെ ഏൽപ്പിച്ച സാമ്പത്തികാഘാതം അവിടെ താങ്ങാവുന്നതിലപ്പുറമാണ് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിലാണ് നയപരമായ രംഗത്തുണ്ടായ ചില നിലപാടുകളിൽ കർശനമായ നടപടികൾ എടുത്തു. ആ നടപടികൾക്കൊപ്പം തന്നെ അന്താരാഷ്ട്ര സമൂഹത്തെയും രാജ്യത്തെ മുഴുവൻ ജനതയും വിശ്വാസമെടുത്തുകൊണ്ടുള്ള കൃത്യമായ നടപടികളാണ് കഴിഞ്ഞ 7 ദിവസം ഭാരത സർക്കാർ പൂർത്തിയാക്കിയത്. ആ പൂർത്തിയാക്കിയതിൻ്റെ ഫലവും നമ്മൾ ഏതാണ്ട് കണ്ടു തുടങ്ങി. മാനസികമായി ആ രാജ്യം തകർന്നിരിക്കുന്നു. സ്മൃതി, ഇന്ന് എടുത്തത് ഇന്ത്യയിലെ ഭരണകൂടം മാനസികമായി ഏതവസ്ഥയിലാണ് എന്നതിൻ്റെ സൂചനയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത രീതിയിൽ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല, മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിലെ ജനങ്ങൾ ഭയവിഹ്വലരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ലഭ്യമായ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അവിടെ സൈനിക തലത്തിലും അർദ്ധ സൈനിക തലത്തിലുമുള്ള നേതൃത്വത്തിന് ധാർമ്മികമായ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരേതാണ്ട് ഒളിച്ചോട്ടത്തിലേക്ക് ഉള്ള ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിലെ ജനത സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. മാത്രവുമല്ല, രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ നടപടികളുമായി മുന്നോട്ട് പോകും. പ്രതിരോധ മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രതിരോധ മേഖലയിൽ ആവർത്തിക്കുക, നയതന്ത്ര രംഗത്ത് ചെയ്യേണ്ടത് നയതന്ത്ര രംഗത്ത് ചെയ്യുക, വൈദേശിക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടത് കൃത്യമായിട്ട് ചെയ്യുക. അത് ഒരു തരത്തിലും ഭാരതത്തെ അസ്വസ്ഥമാക്കിയിട്ടില്ല എന്നും തുടരാം. അല്ല, ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം ഒരു കാര്യം വ്യക്തമാക്കുന്നു രാഷ്ട്രീയമായിട്ട്, സ്മൃതി. ഒന്ന്, 6 പതിറ്റാണ്ട് ഇന്ത്യ രാജ്യം ഭരിച്ച കക്ഷിയുടെ ഇന്നത്തെ നേതാവിന് ആ കക്ഷിക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോവുകയോ അവർ അവഗണിക്കുകയോ ചെയ്ത ഒരു കാര്യത്തിൽ നിലവിലുള്ള സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതിൽ അവർ ആഹ്ലാദിക്കുന്നു. അവരുടെ വീഴ്ചയല്ലേ ഇത് തുറന്നു കാണിക്കുന്നത്? അങ്ങനെയല്ല ശ്രീ ടി പി ജയേന്ദ്രൻ, ജാതി സെൻസസ് എന്ന ആശയവുമായി പ്രതിപക്ഷം മുന്നോട്ട് വരുമ്പോൾ, കോൺഗ്രസ് മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാതി സെൻസസ് വേണമെന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആ വിഷയം ശക്തമായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പിഴവ് പറ്റി, ആ പിഴവ് തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് വേണമെന്നാവശ്യപ്പെട്ടത്. മറിച്ച് നിങ്ങളാകട്ടെ ആ തെരഞ്ഞെടുപ്പിലുടനീളം ജാതി സെൻസസ് ഇവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ആശയമാണ് എന്നാണ് പ്രസംഗിച്ചിരുന്നത്. ഇനി താങ്കൾക്ക് പറയാം. സ്മൃതി പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്. 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തെ ഒരുപക്ഷെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം വരുന്ന പിന്നോക്ക വിഭാഗത്തെയും അധസ്ഥിത വിഭാഗത്തെയും അരികുവൽക്കരിക്കപ്പെട്ടവരെയും കൈപിടിച്ചുയർത്തി മുഖ്യധാരയിൽ എത്തിക്കുന്ന കാര്യത്തിലായിരുന്നില്ല ഇവർക്ക് താല്പര്യം. ഇവർക്ക് മറ്റു പല വിഷയങ്ങളിലുമായിരുന്നു. ഭരണഘടനയെപ്പോലും മാറ്റിമറിക്കാനുള്ള മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ കാലത്ത് പോലും ചെയ്തില്ലെന്ന് മാത്രമല്ല, മണ്ഡൽ കമ്മീഷൻ നടപടികൾ വൈകിച്ചു, പിന്നോക്ക കമ്മീഷൻ അർഹതമായ കാര്യങ്ങൾ ചെയ്തില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുമായുള്ള വ്യത്യാസം, സംവരണത്തിലോ പ്രത്യേകമായ സംവരണത്തിൽ നൽകുന്ന കാര്യത്തിൽ വിഭിന്നമായിട്ട് സംവരണം ഒന്നിനും പരിഹാരമല്ല. ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കുക. 1000 പേരുള്ളിടത്ത് 100 തസ്തികയോ 100 അവസരങ്ങളോ നൽകിയിട്ട് അതിൽ 20% സംവരണം കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ പുറത്താവുകയാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ രാജ്യത്ത് 1000 പേരാണ് അർഹരായ ആളുകളെങ്കിൽ 1100 അവസരങ്ങളാണ് രാജ്യം സൃഷ്ടിക്കേണ്ടത്. ആ 1100 അവസരങ്ങൾ രാജ്യം സൃഷ്ടിക്കുമ്പോൾ അത്തരം സംവിധാനങ്ങൾക്ക് അവർക്ക് കൈപിടിച്ചു ഉയർത്താൻ അവസരം നൽകുക. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് OBC കമ്മീഷന് ഭരണഘടനാപരമായ പദവി നൽകി. ഭരണഘടനയിൽ പോലും അതിന് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തി. മറുപക്ഷത്തോ മണ്ഡൽ കമ്മീഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ വൈകിച്ചവർ, ജാതി സെൻസസിനെ തുരങ്കം വെച്ചവർ, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വാജ്പേയി ഗവൺമെൻറ് തുടക്കം കുറിച്ചപ്പോൾ പോലും സഹകരിക്കാത്തവർ, ഈ വൈകിയ വേളയിൽ ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഞങ്ങളതിന് സ്വാഗതം ചെയ്യുകയാണ്.
ശ്രീ ടി പി ജയചന്ദ്രൻ, നിങ്ങൾ മണ്ഡൽകാലത്തേക്ക് പോകുന്നു, നിങ്ങൾ പഴയ കോൺഗ്രസ് ഭരണത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ കാലത്തേക്ക് പോയാൽ മതി. നിങ്ങളുടെ ഭരണകാലത്തിൽ തന്നെ എടുത്തിരിക്കുന്ന കാര്യങ്ങളും പ്രതികരണങ്ങളുമാണ് ഞാൻ ചോദിച്ചത്. നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണ ഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ഹിന്ദു സമൂഹത്തെ വിഭജിക്കാനുള്ള തന്ത്രമാണ് ജാതി സെൻസസ് എന്നാണല്ലോ. അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. മാത്രമല്ല 2021 സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ജാതി സെൻസസ് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് എന്നാണ്. ഇതൊക്കെ പറഞ്ഞ കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ജാതി സെൻസസ് നടത്തും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളാണ് പെട്ടെന്ന് ആ തീരുമാനത്തിലേക്ക് വരുന്നതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പ്രതികരണം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ എടുത്ത നിലപാട് തെറ്റായി പോയി എന്നിപ്പോൾ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? കാരണം കോൺഗ്രസ് അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പിഴവ് പറ്റിയെന്ന്. അപ്പോൾ ഹിന്ദു സമൂഹത്തെ വിഭജിക്കാനുള്ള തന്ത്രമാണ് ജാതി സെൻസസ് എന്ന നിലപാട് നിങ്ങളിപ്പോൾ തിരുത്തുകയാണോ ശ്രീ ടി പി ജയചന്ദ്രൻ? അല്ല, പ്രതിപക്ഷം ആ ആശയം കൊണ്ടുവരുന്നതിൻ്റെ പുറകുള്ള വികാരത്തെ ചൂണ്ടിക്കാണിച്ചു. സ്മൃതി വളരെ കൃത്യമായിട്ട് ഈ ഗവൺമെൻറ് അധികാരമേറ്റോ പറഞ്ഞ കാര്യം എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ്. ഈ രാജ്യത്തെ അർഹതപ്പെട്ട അവസാനത്തെ പൗരനും പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ദരിദ്രനാരായണന്മാരെ മുഴുവൻ ആളുകളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായി നമ്മൾ നടത്തി. 6 പതിറ്റാണ്ട് ഇന്ത്യയിൽ നടത്തിയാൽ വിഭിന്നമായിട്ട് ഒട്ടനവധി പ്രവർത്തനം തുടക്കം കുറിക്കാൻ സാധിച്ചു. അത് എവിടം വരെ എത്തി എന്നുള്ളതിൻ്റെ അവലോകനങ്ങൾ നടത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതും ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന സെൻസസിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. അത് വേറിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥ നിർമ്മിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. രാജ്യത്ത് നടക്കാൻ പോകുന്ന സ്ഥിതിവിവരക്കണക്കിൻ്റെ എല്ലാ മേഖലകളും ഇത് മാത്രമല്ല ഉള്ളത്. മറ്റൊരുപാട് മേഖലകളിൽ അവരുടെ വീടിൻ്റെ കാര്യത്തിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അവർക്ക് നൽകിയിരിക്കുന്ന ശൗചാലയങ്ങൾ ലഭ്യമായ കാര്യത്തിൽ, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും സമഗ്രമായ മേഖലകളെ പരിശോധിക്കുന്ന ഒരു സെൻസസ് ആണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യാ സെൻസസ് നടക്കുന്നതിനോടൊപ്പം തന്നെ ജാതി സെൻസസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ വിഭാഗവും എത്രത്തോളമുണ്ട്, അവർക്ക് എത്രത്തോളം ഇവിടെ പ്രാതിനിധ്യമുണ്ട്, ആനുപാതികമായിട്ടാണോ അവരുടെ പ്രാതിനിധ്യം, ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുന്നില്ല എന്ന കണക്കെടുപ്പാണല്ലോ. ആ കണക്കെടുപ്പ് നടത്തണമെന്നാണല്ലോ നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്നത്. അപ്പോഴാണല്ലോ നിങ്ങളിവിടെ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അത് തന്നെ എടുത്തു പറയുന്നു, നിങ്ങൾ നടത്താൻ പോവുകയാണെന്ന്. അപ്പോൾ നിങ്ങൾ നടത്താൻ പോകുന്ന ജാതി സെൻസസിന്റെ വ്യത്യാസം എന്താണ്? ജാതി സെൻസസ് ആദ്യമായി എന്തിനാണ്? ഈ കണക്കെന്തിനാണ്? ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലാത്തവർക്ക് കൂടുതൽ കൊടുക്കുക, ഇല്ലാത്തവർ ഒട്ടും കിട്ടാത്തവർക്ക് അവർക്കും കൂടി പ്രാതിനിധ്യം കൊടുക്കുക, അവരെ കൂടി പരിഗണിക്കുക എന്നതാണല്ലോ അതിൻ്റെ ആശയം. അതല്ലേ അന്തസത്ത? അതല്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയമായി പറയുന്നത്? അല്ല, സെൻസസ് എന്തിനാണ് എന്ന് ചോദിക്കുന്ന സ്മൃതിയോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത്. സ്മൃതിയോട് ഒരു കാര്യം ഞാൻ പറയാം. സെൻസസ് എന്തിനാണ് എന്നാണോ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായില്ലേ? ജാതി സെൻസസിനെ നിങ്ങൾ ആദ്യം ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമായി പറയുന്നു, ഇപ്പോൾ നിങ്ങൾ അത് എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരുത്തുകയാണോ എന്നാണ് ചോദ്യം. സ്മൃതി, ഞാൻ അവിടത്തേക്കാണ് വരുന്നത്. നിങ്ങൾ ചോദിച്ചു സെൻസസ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതല്ലേ? സെൻസസ് എന്ന് പറയുന്നത് ജനസംഖ്യാ കണക്കെടുപ്പ് മാത്രമല്ല സ്മൃതി. ഞാൻ 3 സെൻസസ് പങ്കെടുത്തിയ ആൾ എന്ന് പറയാം. സെൻസസിൻ്റെ മുന്നോടിയായിട്ട് ആദ്യഘട്ട സെൻസസിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച്, ഓരോ സമൂഹത്തും ആർജിച്ച നേട്ടങ്ങളെക്കുറിച്ച്, അവരുടെ ഗാർഹിക വിഷയങ്ങളെക്കുറിച്ച്, തൊഴിൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ഭാഷാപരമായ അറിവിനെക്കുറിച്ച്, അവരുടെ ഗണിതശാസ്ത്ര സംബന്ധമായ അറിവിനെക്കുറിച്ച്. സെൻസസ് എന്ന് പറയുന്നത് സമഗ്രമായ സമൂഹം ഇന്നലെ കൈവരിച്ചിരിക്കുന്ന വ്യത്യസ്ത മേഖലകളെക്കുറിച്ചുള്ള സർക്കാരിന്റെയും പൊതുജന സമൂഹത്തിനും ആവശ്യമായ അറിവുകളുടെ ശേഖരണമാണ്. ആ ശേഖരണം 2011 സെൻസസ് എടുത്തിരുന്നു, പക്ഷെ അതിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുന്നു. പിന്നീട് കോവിഡ് പറഞ്ഞു, കോവിഡ് കാരണം പിന്നീട് സെൻസസ് നടന്നില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വിഷയം അതല്ല. എന്നാൽ പോലും എനിക്ക് ഇതിൽ ശ്രീ മോഹൻ വർഗീസിന്റെ അഭിപ്രായം കൂടി തേടാനുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് Debate with Smriti Parathikkad.